ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി കിട്ടിയാൽ നമ്മുടെ ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് 500 സബ്സ്ക്രൈബേഴ്സായി. ഇനി എന്ത്? ഈ 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് മോണിറ്റൈസേഷൻ ആണ്. അതായത് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും അല്ലേ. അതിനുശേഷം നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിനെപ്പറ്റി കുറച്ച് മുഖവുര നിങ്ങൾക്ക് തരുവാണ് കേട്ടോ. അതെന്തുവാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വലിച്ചു നീട്ടുന്നില്ല, പക്ഷേ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഞാൻ ഉറപ്പ് തരാം, എനിക്ക് ഒരുപാട് ഈ ഒരു ചാനൽ, അതായത് നമ്മളെ ഈ ഹാപ്പി ഫാമിലി എന്ന് പറയുന്ന ചാനലിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരുപാടെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു, അപ്പീൽ വീഡിയോ അയക്കാനുള്ള മെസ്സേജ് വന്നു, ഞാൻ അപ്പീൽ വീഡിയോ അയച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ഡേയ്സ് തന്നിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിലായിരിക്കും എൻ്റെ നിർണായകം. എനിക്കറിയത്തില്ല ചാനൽ എന്താവുമെന്ന്. എന്തായാലും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കുള്ള പ്രശ്നം കൂടി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഈ അബദ്ധം പറ്റരുത്. നമ്മൾ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക, നമ്മളറിയത്തില്ല നമ്മളെ ചാനൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ല, അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളറിയാതെ നമുക്ക് വരുന്ന പണി, എനിക്കുണ്ടായ പണിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്താണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, 500 സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുള്ള ഗുണങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റ്, അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും പറയും 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 3000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ കിട്ടുന്ന നമുക്ക് 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മെമ്പർഷിപ്പ്, സൂപ്പേഴ്സ്, ഷോപ്പിംഗ് അല്ലേ. ഇത് 3 വഴി ഒരുപാട് നമുക്ക് ഏണിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്നും എനിക്ക് ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. മിക്ക ചാനൽ, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാവട്ടെ ആരായിക്കോട്ടെ, ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ മിക്ക ചാനലുകാർക്കും ഇത് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഈ 1 മില്യൺ 2 മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ വലിയ ചാനലേഴ്സില്ലേ, അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെപ്പോലെ ചെറിയ ചാനലുകാർക്ക് കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ടാവാം, കിട്ടുന്നില്ലാത്തവരും കാണും. പക്ഷെ എനിക്ക് എന്തായാലും കിട്ടുന്നില്ല. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടും കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാനിത് പറയുന്നത്. ഈ ഹാഫ് മോണിറ്റൈസേഷൻ വഴി നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ പോകുന്ന കുറേ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ വീഡിയോസ് നേരായ രീതിയിലാണോ നമ്മൾ ഇടുന്നത്, കറക്റ്റ് ടൈമിംഗ് ആണോ, നമ്മൾ വീഡിയോസ് ഇടുന്നത് ശരിയാവുന്നുണ്ടോ, റീയൂസ്ഡ് കണ്ടന്റ്, കോപ്പിറൈറ്റ് ക്ലെയിം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ടോ എന്നൊന്നും നമ്മൾ അറിയാൻ പോലും ഇല്ല. ആ ഒരു രീതിയിലുള്ള ഒരു വലിയ അടി നമുക്ക് യൂട്യൂബ് തരും. അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, അത് ഈ ഹാഫ് മോണിറ്റൈസേഷൻ വഴിയാണ്. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തോ. ഈ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 3000 വാച്ചവേഴ്സ്, ഇതുവഴി നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അതുവഴി മെമ്പർഷിപ്പും സൂപ്പേഴ്സും ഷോപ്പിംഗ്സും കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ്, ഇതിനേക്കാളും വളരെ ഉപകാരം. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇതിനേക്കാളും വളരെ ഉപകാരപ്പെട്ടതോ, അതെന്താണ് എന്ന്. പക്ഷേ അവിടെയാണ് അതിൻ്റെ ഒരു ഒളിവിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു സീക്രട്ട് ഇരിക്കുന്നത് അവിടെയാണ്. കാര്യം, നമ്മൾ ഈ ഹാഫ് മോണിറ്റൈസേഷന് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ആരും അത് അപ്ലൈ ചെയ്യില്ല. ഫുൾ മോണി ആവട്ടെ അപ്പം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ അപ്പം തന്നെ അപ്ലൈ ചെയ്താലുള്ള ഗുണം, 2 ഓപ്ഷൻസ് അവിടെ വരും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ നൗ ചെയ്ത് കയറുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾ വരും. ഒന്ന് ആഡ്സെൻസ് ആണ്, സെക്കൻഡ് വൺ റീയൂസ്ഡ് കണ്ടന്റ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ചാനൽ എവിടെ എത്തി, എന്തായി, ഇപ്പം നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ. ഇനി മുന്നോട്ട് പോയാൽ നമ്മളെ ചാനൽ റീച്ചിലോട്ട് എത്തുമോ, നമ്മളെ ചാനൽ മുൻപോട്ട് പോകാൻ സാധിക്കുമോ, അതോ പകുതി വെച്ച് റീയൂസ്ഡ് കണ്ടന്റ് വഴി കട്ടായി പോകുമോ. എനിക്കിപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വഴി കട്ടായി നിൽക്കുവാണ് എൻ്റെ ചാനൽ. പക്ഷെ ഞാൻ എങ്കിലും ഇപ്പോഴത്തെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്കും എൻ്റെ അനുഭവങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ എന്ന് വെച്ചാൽ, എൻ്റെ അബദ്ധം നിങ്ങൾക്ക് വരരുത്. അപ്പോൾ ഞാനിപ്പം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. യൂട്യൂബിൽ നിന്ന് മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തന്നെയാണ് വീഡിയോസ് ഇടാൻ പറഞ്ഞതും, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് വന്ന അബദ്ധം പോലും നിങ്ങൾക്ക് വരരുത്. ഹാഫ് മോണി കഴിഞ്ഞാൽ ഇനി എന്താന്ന് പറഞ്ഞു മെമ്പർഷിപ്പോ അതിൽ നിന്ന് ഏർണിങ്സോ ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. നിങ്ങൾ യാതൊരു വിഷമവും വിചാരിക്കരുത്, നിങ്ങൾ ഒരു തരത്തിലുള്ള സങ്കടവും വിചാരിക്കേണ്ട. കാരണം നമ്മളെ യൂട്യൂബ് ഇതുവഴി നമ്മളെല്ലാം
നമ്മളിലേക്ക് ഇതുവഴി യൂട്യൂബ് അറിയിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ യൂട്യൂബ്, നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തോ ആണ്, നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റ് കറക്റ്റ് രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ടോ, അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രാഫ് ഉയരത്തിലാണോ, ഗ്രോ ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം അറിയുന്നത് ഏത് വഴിയാണെന്ന് വെച്ചാൽ ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ വഴിയാണ് കേട്ടോ. ഹാഫ് മോണിറ്റൈസേഷനിൽ നമ്മൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആഡ് കയറി വരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലുള്ള ആഡ് വരുമ്പോൾ തന്നെ നമുക്ക് ഏർണിങ്സ് കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ്. അവിടെയാണ് നമുക്കുള്ള ഒരു വലിയ ഒരു അടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ റീയൂസ്ഡ് കണ്ടന്റ് വഴി നമ്മൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഇപ്പോൾ നമ്മളെ ഫേസ് കാണിക്കാൻ കുറേ വീഡിയോസ് ഇട്ടായിരുന്നു. വീഡിയോസ് കുറേ തന്നെ ഒരു മാസം കംപ്ലീറ്റ് ഞാൻ ഫേസ് ഇല്ലാത്തൊരു വീഡിയോസ് ആയിട്ടോണ്ടിരുന്നത്. അതിൽ നിന്ന് എനിക്ക് പണി കിട്ടിയായിരുന്നു. കാര്യം ഞാൻ അത് അത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫുൾ മോണി ആയി. ഞാൻ ഫുൾ മോണിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഫുൾ മോണിറ്റൈസേഷൻ ആവുകയും ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാം, റിജക്ഷൻ ആയിപ്പോയി. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഫേസ് കാണിച്ചില്ല, റീയൂസ്ഡ് കണ്ടന്റ് ആണ്, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ആ മറ്റേ ഹാഫ് മോണിറ്റൈസേഷൻ സമയത്ത് നമ്മളോട് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു പ്രയാസത്തിൽ ഞാൻ ഇരിക്കുന്നത്. എന്തായാലും എനിവേ സാരമില്ല, എന്തായാലും നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ എത്തിപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം നിങ്ങളുടെ ചാനലിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചാനൽ മുന്നോട്ട് നല്ല റീച്ചിൽ നല്ല ഉയരത്തിൽ എത്താൻ വേണ്ടിയിട്ടും ഈ 500 സബ്സ്ക്രൈബേഴ്സ് എത്രയും വേഗം 1000 സബ്സ്ക്രൈബേഴ്സുമായി വാച്ച് അവർ 4000 കംപ്ലീറ്റ് ചെയ്ത് ഈ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. ഈ 3000 വാച്ച് അവർ കഴിഞ്ഞിട്ട് 4000 വാച്ച് അവർ ആവും. അങ്ങ് എത്തിയതിനു ശേഷം അയ്യോ നമ്മളെ ചാനൽ റീച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കണ്ടന്റ് റീയൂസ്ഡ് ആണ് എന്നറിയുന്നതിനേക്കാളും എത്രയോ ബെനിഫിറ്റ്, എത്രയോ നല്ലതാണ് നിങ്ങൾ ഈ 500 സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ടൈമിൽ തന്നെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക. 500 സബ്സ്ക്രൈബേഴ്സ് ആയി എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനലിലെ ഈ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എനിവേ എല്ലാവരോടും ഞാൻ സൈനിങ് ഓഫ് പറയുകയാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ചെക്ക് ചെയ്യുക, ഹാഫ് മോണിക്ക് അപ്ലൈ ചെയ്യുക, റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ, കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ 500 to 1000 സബ്സ്ക്രൈബിലോട്ട് പോവാൻ. അല്ലാതെ അങ്ങ് ചെന്നിട്ട് പിന്നീട് തിരിച്ചു വരാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. കരയാനും ആരും കാണത്തുമില്ല. ആ ഒരു വിഷമത്തിലായിപ്പോൾ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് വന്ന പ്രശ്നമാണ് നിങ്ങളോട് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സൈനിങ് ഓഫ്.